ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്താ നമ്മൾ ഇന്നത്തെ റെസിപ്പി നോക്കിയാലോ. അപ്പം പാലുവാഴക്ക എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ് പറയുക, ഓരോ നാട്ടിലും ഓരോ പേരാന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് പാൽ വേണം, പിന്നെ ചൗവരി ഇല്ലേ, ചൗവരി സാവുനരി എന്നൊക്കെ പറയും, അത് ആദ്യം നമുക്ക് കുക്കറിലിട്ട് വേവിക്കുക. പിന്നെ ഞാൻ ഒരു 3 പഴമാണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത പഴം. പിന്നെ ആവശ്യത്തിന് നെയ്യ്, പിന്നെ അണ്ടിയും മുന്തിരി ഒക്കെ നെയ്യിലിട്ട് വറവിടാൻ വേണ്ടിയിട്ടാണ് അതെടുത്തത്. പഞ്ചസാര, മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. അപ്പം ഞാൻ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം ആ ചൗവരി വേവിക്കാം. അത് വെന്തതിന് ശേഷം അതിലേക്ക് നുള്ളു ഉപ്പിട്ട് കൊടുക്കുക, ഒരു പിഞ്ചുപ്പ്. അതിൻ്റെ ശേഷം വെന്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് പഴം നല്ല റൗണ്ടാക്കി അരിഞ്ഞ് വെച്ച പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാരയും ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സാവുനരി വേണമെങ്കിൽ നമുക്ക് പാലിൽ വേവിക്കാം കേട്ടോ. പാലിൽ വേവിച്ചതിൻ്റെ ശേഷം അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാനിതാ പഴമൊക്കെ നല്ലോണം വെന്തതിന് ശേഷം ഒക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ പാൽ അതിൻ്റെ മേലോട്ട് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാലാണെങ്കിൽ ഏറ്റവും ബെറ്റർ, നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ കണ്ടിട്ട് ആരും വേണ്ട, അതൊന്ന് കുറുകും, നല്ല കുറുകി സെറ്റായിട്ട് വരും. പിന്നെ നമുക്ക് ഇനി വറവിടേണ്ടതൊക്കെയുള്ള കാര്യങ്ങൾക്ക് നോക്കാം. അപ്പോൾ നല്ല നെയ്യ്, അതിലേക്ക് അണ്ടി മുന്തിരി നമുക്ക് ആദ്യമായിട്ട് നല്ല എല്ലാവർക്കും അറിയാമല്ലോ വറവിടണമൊക്കെ. അപ്പം ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഈ അണ്ടീൻ്റെ മുന്തിരിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയേനെ. പക്ഷെ ഞാനത് അരിയാൻ നിന്നിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. പിന്നെ ഇതൊന്ന് നന്നായിട്ട് സെറ്റാവും, ഒന്ന് കുറുകി വരുമ്പം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്നാൽ ശരി, ഓക്കെ, ബൈ.